തിരുവനന്തപുരം വെമ്പായത്ത് നിന്നുള്ള വാർത്തയാണ്. ബാറിൽ സംഘർഷമുണ്ടാക്കിയത് ഒരുമിച്ചിരുന്ന് മദ്യപിച്ചവർ തന്നെ എന്നാണ് പോലീസ് പറയുന്നത്. സംഘർഷത്തിനിടെ കൂട്ടത്തിലുള്ള ഒരാൾ മറ്റുള്ളവരുടെ മേൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇന്ദുലേഖ, ഈ തീ കത്തിയ അയാളുടെ ദേഹത്തേക്ക് ആണ് തീ കത്തിച്ചത്. അയാളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഈ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചവർക്കിടയിൽ എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു? മോത്തി, ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. വെമ്പായത്തുള്ള വെമ്പായം ഹോട്ടൽ ആൻഡ് റെസിഡൻസി, മുൻപ് ഇത് ശ്രീവത്സം ബാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അവിടെ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത്. ഇതിൽ 6 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. നവാസ്, ശ്യാം, റിയാസ്, അരുൺ, അനീഷ്, നൌഫൽ എന്നിങ്ങനെ 6 പേർക്കാണ് പൊള്ളലേറ്റത്. ഇതിൽ അനീഷിന്റെയും നവാസിന്റെയും നില ഗുരുതരമാണ്. ഇവരെ രണ്ടുപേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ഗുരുതരമായി ചികിത്സയിൽ കഴിയുന്ന അനീഷ് തന്നെയാണ് ഈ ഒരു സംഘർഷത്തിന് തുടക്കം കുറിച്ചതെന്ന് പറയാം. അവിടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന ഒരു 8 പേർക്കിടയിലേക്ക് അനീഷ് എത്തുകയും അവരുടെ ഒപ്പം ഇരുന്ന് മദ്യപിക്കുകയും പിന്നീട് അവർ തമ്മിലൊരു വാക്തർക്കവും സംഘർഷവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം അനീഷ് ദേഷ്യപ്പെട്ട് ബാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒരു അരമണിക്കൂറിന് ശേഷം അനീഷ് മടങ്ങിയെത്തുന്നത് കയ്യിലൊരു കന്നാസ് നിറയെ പെട്രോളുമായിട്ടാണ്. ഈ നടന്നു വരുന്ന വഴി തന്നെ അനീഷ് ഒരു 1-2 തവണ തട്ടിത്തടഞ്ഞ് വീഴുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത്രത്തോളം മദ്യലഹരിയിലായിരുന്നു ആളെന്ന് തന്നെ പറയാം. വരികയും താനുമായി തർക്കമുണ്ടായിരുന്നവരുടെയൊക്കെ മേത്തേക്ക് ഈ പെട്രോള് ഒഴിക്കുകയും ചെയ്തു. കൂട്ടത്തിൽ അത് മറിഞ്ഞ് അനീഷിന്റെ ദേഹത്തും വീഴുകയുണ്ടായി. ആ സമയത്ത് തന്നെ പരിഭ്രാന്തരായിട്ട് അവിടെ ഉണ്ടായിരുന്ന പലരും ബാറിൽ നിന്ന് ഇറങ്ങി ഓടിയിരുന്നു. AC റൂമായിരുന്നു, 30ഓളം പേര് അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അനീഷ് തീ കൊളുത്തി അവർക്ക് മേലേക്ക് ഇടുകയായിരുന്നു. ഇത് അനീഷിന്റെ ദേഹത്തേക്കും പടർന്നു പിടിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് 6 പേർക്ക് പൊള്ളലിറ്റത്. നല്ല തോതിൽ തന്നെ എല്ലാവർക്കും പൊള്ളലിറ്റിട്ടുണ്ട്. പറഞ്ഞതുപോലെ 2 പേരുടെ നില ഗുരുതരമാണ്. ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഉപകരണങ്ങൾ, കസേരകൾ അടക്കമുള്ള സോഫ അടക്കമുള്ളവയെല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. 2 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ഈ തീ പിടുത്തം വന്ന് അണച്ചത്. DYSP അടക്കമുള്ളവർ, അതുപോലെ ഒരു 6 SHOമാർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിരുന്നു. രാത്രി ഒരു പുലർച്ചെയായപ്പോൾ ഒരു 2:30 കൂടിയാണ് ഇവരൊക്കെ തന്നെ മടങ്ങിയത്, ഈ സ്ഥിതിഗതികളൊന്ന് ശാന്തമാക്കിയത്.